ഇടതും വലതും ഭരിച്ച് ഞങ്ങൾക്ക് മതിയായി. അതുകൊണ്ട് ഞങ്ങൾക്ക് ശിവശങ്കരൻ ജയിക്കണം എന്നാണ് BJPയുടെ സ്ഥാനാർത്ഥി. ഈ മണ്ഡലത്തിൽ ഇപ്പോഴും കോൺഗ്രസ് ആണ് ജയിക്കുന്നത്. ഈ പറഞ്ഞ ആളെ ഇലക്ഷൻ സമയത്ത് കാണുന്നല്ല, പിന്നെ കണ്ടിട്ടില്ല. KSRTCയുടെ അവിടുത്തെ വെള്ളക്കെട്ടൊക്കെ മഹാ മോശമാണ്. ആൾക്കാർക്ക് എന്തൊരു ബുദ്ധിമുട്ടാണ്. പ്രശ്നങ്ങളൊക്കെ മാറണമെങ്കിൽ തീർച്ചയായിട്ടും ശിവശങ്കരൻ വരണം, BJP വരണം. എറണാകുളത്തിന്റെ മനസ്സ് ഇക്കുറി ആർക്കൊപ്പമാണ്? UDFന്റെ സിറ്റിംഗ് MLA ആയിട്ടുള്ള TJ വിനോദ് തന്നെയാണ് ഇക്കുറിയും UDF സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത്. ടെലിവിഷൻ ചർച്ചകളിലൂടെ ജനങ്ങൾക്ക് സുപരിചിതനായിട്ടുള്ള PR ശിവശങ്കറാണ് NDAയുടെ സ്ഥാനാർത്ഥി. ഒപ്പം സാബു ജോർജ LDF സ്ഥാനാർത്ഥിയായി ജനവിധി തേടുകയാണ്. ആർക്കൊപ്പമാണ് എറണാകുളത്തിന്റെ മനസ്സെന്ന് ഇവിടുത്തെ വോട്ടർമാർ തന്നെ പ്രതികരിക്കുന്നു. ഇവിടെ ആര് ജയിക്കും? ഇവിടെ BJP തന്നെ ജയിക്കും, ഒരു സംശയവും വേണ്ട. എന്താ കാരണം എന്ന് വെച്ചാൽ വളരെ കാലമായിട്ട് ഇവിടെ UDF ആണ് ജയിക്കണം എന്നുണ്ടെങ്കിലും ഇവിടെ ആ സ്ഥാനാർത്ഥിയെ ഇന്ന് വരെ ഈ സൈഡിൽ എവിടെയും കണ്ടിട്ട് പോലുമില്ല. അതുകൊണ്ട് ഇവിടെ BJP ജയിച്ചു വന്നാലേ ഇവിടെ എന്തെങ്കിലും നടക്കുള്ളൂ, എന്തെങ്കിലും നടത്തും. അല്ലാതെ വേറെ ഒരു പ്രയോജനമില്ല മറ്റാരും വന്നിട്ടും. ഇവിടെ നമ്മുടെ നാട്ടിലൊരു വെള്ളക്കെട്ട് വന്നാൽ തന്നെ ആര് നോക്കണം? ഒരു MLA എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആര് തിരിഞ്ഞു നോക്കണം? ആര് വരുന്നു? ഒരാളുമില്ല. അതാണ് നമ്മുടെ നാട്ടിലെ സ്ഥിതി. എറണാകുളത്തിനൊരു മാറ്റം ഉണ്ടാവണം തീർച്ചയായിട്ടും. ഇവിടുത്തെ മാലിന്യ പ്രശ്നങ്ങൾ, ഇവിടെ മറ്റുള്ള ഇതൊക്കെ ആരാ നോക്കുന്നത്? എനിക്ക് ശിവശങ്കരൻ ജയിക്കണം എന്നാണ്, BJP ജയിക്കണം എന്നാണ്. രണ്ടു കൂട്ടരും ഭരിച്ച് ഞങ്ങൾക്ക് മതിയായി. ഇടതും വലതും ഭരിച്ച് ഞങ്ങൾക്ക് മതിയായി. അതുകൊണ്ട് ഞങ്ങൾക്ക് ശിവശങ്കരൻ ജയിക്കണം എന്നാണ്, BJPയുടെ സ്ഥാനാർത്ഥി ജയിക്കണം എന്നാണ് ആഗ്രഹം. ഞങ്ങളുടെ കുറേ ഇവിടുത്തെ ആൾക്കാരുടെയും എൻ്റെയും ആഗ്രഹം. ശിവശങ്കർ BJP മാറ്റം വരണം, അത് വരണം. ഈ ഇടതുപക്ഷം വലതുപക്ഷം തുലച്ച് കേരളം രണ്ടും കള്ളന്മാരാണ്. സ്വർണ്ണമല്ല, ഭഗവാൻ തന്നെ എടുത്തുകൊണ്ട് പോവും. അത്ര കള്ളന്മാരാണ് പിണറായിയും സതീശനും ഒക്കെ. ഒരു മാറ്റം വരട്ടെന്ന്. മോദി വന്നിട്ട് ഇപ്പം എന്ത് തകരാറ് വല്ലതും പറ്റിയോ ഇന്ത്യയിൽ? ഒന്നുമില്ലല്ലോ. പണ്ട് വന്ന മന്ത്രിമാർ കട്ടെന്നും പറഞ്ഞു വരും, ഇപ്പം അതില്ലല്ലോ. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മന്ത്രിമാരുടെ പേരിൽ ഒരു കംപ്ലൈൻറ്റും ഇല്ല. സാബു ജോർജാണ് ജയിക്കാൻ സാധ്യത, LDF കാൻഡിഡേറ്റ്. പുള്ളി ഇവിടുത്തെ മുൻ മേയറാണ്, ഡെപ്യൂട്ടി മേയർ. പോരാത്തതിന് ഈ ഏരിയയിൽ നിന്ന് അന്ന് ജയിച്ചതാണ്, ഇതേ ഏരിയയാണ്. അപ്പോൾ പുള്ളിക്ക് ആ വോട്ട് ഇത്തവണ കവർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നണം. ഇവിടെ NDAയുടെ കാൻഡിഡേറ്റ് വിജയിക്കുന്നുവെന്ന് പ്രതീക്ഷ. കാരണം എല്ലാവർക്കും പ്രാർത്ഥന അതാണ്. ഇവിടെ കാലങ്ങളായിട്ട് ഒരു വികസനവും നടക്കുന്നില്ല. എത്ര വർഷങ്ങളായി പലരും മാറി മാറി ഭരിച്ചിട്ടും ഒരു വികസനം ഇങ്ങോട്ട് എത്തി നോക്കിയിട്ടില്ല. ഇവിടെ നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡ് നോക്കിയാൽ അറിയാം, ഇവിടുത്തെ മാലിന്യ പ്രശ്നം ആർക്കും പരിഹരിക്കാൻ ഇത്രയും കാലമായിട്ട് കഴിഞ്ഞിട്ടില്ല. അതിന് സമൂലമായ മാറ്റം വരണമെങ്കിൽ കേന്ദ്രം ഭരിക്കുന്നൊരു പാർട്ടിയുടെ പ്രതിനിധി മാത്രമല്ല. ഈ ശിവശങ്കരനെ സംബന്ധിച്ചോളം അദ്ദേഹം ചാനൽ സജീവമാണ്. എതിരാളികളെ ശരിക്കും അനീതിക്കും അക്രമത്തിനെതിരെ മുട്ടുകുത്തിക്കുന്ന പ്രകൃതം അദ്ദേഹത്തിനെ പോലുള്ള പ്രഗത്ഭനായ ഒരു സാരഥി ഇവിടെ NDAക്ക് കിട്ടിയത് തന്നെ മഹാഭാഗ്യമാണ്. അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ എറണാകുളംകാരുടെ ഭാഗ്യമെന്നേ പറയുന്നുണ്ട്. ഇപ്പോഴുള്ള ഗവൺമെന്റ് മാറണം, പ്രത്യേകിച്ച് ആ മുഖ്യമന്ത്രി. എനിക്ക് വേറൊന്നല്ല, അയ്യപ്പൻ എന്നാണ് തൊട്ടത് അന്ന് പോലെ എനിക്ക് പുള്ളിയോട് ഭയങ്കര വെറുപ്പാണ്. ശബരിമല തൊട്ടതും ശബരിമല കൊള്ളയടിച്ചതും ശബരിമല സംഗമം നടത്തി അഴിമതിയും കൊള്ളകളും മാത്രമേ ഉള്ളൂ. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ വേറൊരു ഗവൺമെന്റ് വരണം. ഈ മണ്ഡലത്തിൽ ആര് ജയിക്കാനാണ് സാധ്യത? ഈ മണ്ഡലത്തിൽ ഇപ്പോഴും കോൺഗ്രസ് ആണ് ജയിക്കുന്നത്, TJ വിനോദ്. ഈ പറഞ്ഞ ആളെ ഇലക്ഷൻ സമയത്ത് കാണുന്നല്ല, പിന്നെ കണ്ടിട്ടില്ല. പക്ഷെ അടുത്തവണ പറയാൻ പറ്റില്ല. കുറച്ച് നന്നായിട്ട് തന്നെ BJPക്ക് ചെയ്യുന്നുണ്ട്. എന്തായാലും LDFന് വളരെ ഭരണവിരുദ്ധമായിട്ടുള്ള ഒരു ഇതാണുള്ളത്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയോട്. എൻ്റെ അഭിപ്രായം ഇത് പബ്ലിക്കായിട്ടുള്ള അഭിപ്രായം തന്നെയാണ്. ശിവശങ്കർ ജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. UDFന്റെ ദുർഭരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തുടർച്ചയായ വെള്ളപ്പൊക്കം, വെള്ളക്കെട്ടുകൾ, MG റോഡിൻ്റെ അവസ്ഥയൊക്കെ വളരെയധികം ശോചനീയ അവസ്ഥയാണ്. മോദിയുടെ കുറേ പദ്ധതികളെല്ലാം ഉൾപ്പെടുത്തി, സ്മാർട്ട് സിറ്റി അങ്ങനെയുള്ള പദ്ധതികളെല്ലാം ഉൾപ്പെടുത്തി കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ, ശിവശങ്കർ ജയിക്കുകയാണെങ്കിൽ ഇതൊക്കെ നടപ്പിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. കോൺഗ്രസ് തന്നെ വരുമെന്നുള്ളതാണ് അഭിപ്രായം. അതിനാണ് സാധ്യത. ചില BJP വോട്ട് പിടിക്കുന്നതിനനുസരിച്ച് ഇടതിൻ്റെ വോട്ട് ഈ പ്രാവശ്യം കുറയും. അതിനനുസരിച്ച് UDF ജയിക്കും. അത് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവരാരും കാണാറില്ല. അതാണല്ലോ. NDAയുടെ കാൻഡിഡേറ്റ് ശിവശങ്കർ ജയിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. വികസനം ഇല്ല, വികസനം വേണം ഞങ്ങൾക്ക്. അപ്പോൾ NDAയുടെ കാൻഡിഡേറ്റ് ശിവശങ്കർ തന്നെ വന്നാലേ എല്ലാം ശരിയാവുള്ളൂ. തീർച്ചയായിട്ടും BJP ശിവശങ്കരൻ തന്നെ ജയിക്കുള്ളൂ. എല്ലാവരും ഇപ്പം മാറി ചിന്തിക്കണം. എന്താണെന്ന് വെച്ചാൽ ഇവിടെ വികസനം നടക്കണില്ല. KSRTCയുടെ അവിടുത്തെ വെള്ളക്കെട്ടൊക്കെ മഹാ മോശമാണ്. ആൾക്കാർക്ക് എന്തൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതെല്ലാം ഇനി മാറണമെങ്കിൽ, അതുപോലെ മാലിന്യം, ആ പ്രശ്നങ്ങളൊക്കെ മാറണമെങ്കിൽ
തീർച്ചയായിട്ടും ശിവശങ്കരൻ വരണം, BJP വരണം. ശിവശങ്കരൻ നല്ലൊരു കാൻഡിഡേറ്റാണ്. ഇപ്പം ചാനൽ ചർച്ചകളിലൊക്കെ വളരെ നന്നായിട്ട് സംസാരിക്കാറുണ്ട്. പെരുമാറുന്നത് പോലെ തന്നെയാണ്, അവരുടെ കയ്യിൽ നിന്ന് വരാൻ പോണതും അതുപോലെ തന്നെയാണ്. നല്ലൊരു കാൻഡിഡേറ്റാണ്. ജയിച്ചിരിക്കും. മോദി ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ BJP കുറച്ചുകൂടെ കേരളത്തിന് കുറച്ചുകൂടി ഹെൽപ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്ക് കൂടുതലായിട്ട് ഹെൽപ്പ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഗ്രാജുവലായിട്ട് ഇപ്പം BJP ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും വിജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. BJP സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെയധികം പ്രതീക്ഷയുണ്ട് എനിക്ക് ജയിക്കുമെന്ന്. പിന്നെ കഴിവുള്ള സ്ഥാനാർത്ഥികൾ BJP എറണാകുളത്തിന് തന്നെ വളരെ ഒരു വിജയമായിരിക്കും. ജയിക്കുകയാണ് എറണാകുളം തന്നെ ഡെവലപ്പ് ചെയ്യും. ഇവിടെ NDA വിജയിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. വിജയിക്കണം, അങ്ങേര് തന്നെ വിജയിക്കും. എന്താണെന്ന് വെച്ചാൽ ഏറ്റവും നല്ലൊരു കാൻഡിഡേറ്റിനെയാണ് നിർത്തിയിരിക്കുന്നത്, ശിവശങ്കരൻ. അപ്പോൾ അങ്ങേര് നിന്നാൽ, ജയിച്ചാൽ ഇവിടെ നമുക്കിവിടെ എറണാകുളത്ത് വേണ്ട എല്ലാ വികസനവും ചെയ്യും. എന്ന് വെച്ചാൽ ഇത്രയും കാലമായിട്ട് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒക്കെ ഭരിച്ചിട്ടും ഒരു വികസനം ഇവിടെ ഉണ്ടായിട്ടില്ല. കൂടുതലും അഴിമതി മാത്രമേ നടന്നിട്ടുള്ളൂ. അപ്പോൾ അതിന് പകരമായിട്ട് വികസനം അത് മാത്രം വേണ്ട ഒരു സ്ഥലമാണ് എറണാകുളം. അതിനുവേണ്ടി ഇങ്ങേര് ജയിച്ചേ തീരൂ, ഇങ്ങേര് ജയിച്ചിരിക്കണം എന്നേ ഞാൻ പറയുള്ളൂ. എറണാകുളം UDFന്റെ സിറ്റിംഗ് മണ്ഡലമാണെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ NDAക്ക് അനുകൂലമാണ് കാര്യങ്ങൾ എന്നുള്ളതാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഇക്കുറി NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള PR ശിവശങ്കർ ജയിക്കണമെന്നുള്ളതാണ് കൂടുതലും വോട്ടർമാർ അഭിപ്രായപ്പെടുന്നത്. ഇക്കുറി എറണാകുളത്തൊരു മാറ്റം ഉണ്ടാകണമെന്നും വോട്ടർമാർ പറയുന്നു. എറണാകുളത്ത് നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.